ഹായ് ഗൈസ്, ആദർശാണ് ഫ്രം റേഡിയോ മാംഗോ. ഞാനിപ്പോൾ മെറൈൻ ഡ്രൈവിൻ്റെ അവിടെയുള്ളത്. ഞാൻ ഡെയിലി രാവിലെ ഇവിടെ നടക്കാൻ വരുന്നവരാണ്. രാവിലെയാണ് വൈകുന്നേരമാണെങ്കിലും. നമുക്കറിയാം ഇവിടെ അബ്ദുൽ കലാം മാർഗ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. അവിടെ നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ഒരു സ്റ്റാച്യു ഉണ്ട്. അവിടെ ഞാൻ വരുമ്പോൾ ഡെയിലി ഈ പൂക്കൾ വെച്ചിട്ട്, ഫ്ലവേഴ്സ് വെച്ചിട്ട് ആരോ ഇത് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ആരാണ് ഇങ്ങനെ, ഇവിടുത്തെ അതോറിറ്റീസ് ആണോ ചെയ്യുന്നത്, അത് ആരോ സ്വന്തം അങ്ങ് ഏറ്റെടുത്തതാണോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഞാൻ ശിവദാസനെ പരിചയപ്പെട്ടത്. പുള്ളിക്കാരൻ വീടൊന്നുമില്ല, അദ്ദേഹം ഇവിടെ മെറൈൻ ഡ്രൈവിന്റെ അവിടെ തന്നെയാണ് രാവിലെയൊക്കെ കിടന്നുറങ്ങുന്നതല്ല. പുള്ളിയാണ് ഡെയിലി രാവിലെ എവിടുന്നൊക്കെയോ പോയി പൂക്കളൊക്കെ പറിച്ചു വന്ന് അബ്ദുൽ കലാമിന്റെ സ്റ്റാച്യുവിന് ചുറ്റും പൂക്കൾ കൊണ്ട് എന്താ പറയുക ഒരു അഭിഷേകം എന്നൊക്കെ പറയും. ഫുൾ ഡെക്കറേറ്റ് ചെയ്ത് സോ ബ്യൂട്ടിഫുൾ. നമ്മളിങ്ങനെ എടുത്ത് കാണും അവിടെ മഞ്ഞ പൂക്കൾ, റെഡ് പൂക്കൾ, ലാവൻഡർ കളർ. അവസാനം ഞാൻ പുള്ളിയെടുത്ത് പോയി ചോദിച്ചു, ഇത് എന്തിനാണ് ചേട്ടാ ഇങ്ങനെ ഡെയിലി പൂക്കളൊക്കെ കൊണ്ട്, അദ്ദേഹത്തിന്റെ വലിയൊരു ഫാനാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ശിവദാസൻ എന്നോട് പറഞ്ഞ് ആ ഒരു റീസൺ എന്നെ ഞെട്ടിച്ചോളും. ശിവദാസനെ പരിചയപ്പെടണ്ടേ? അപ്പം ശിവദാസൻ ചേട്ടനാണ് ഡെയിലി രാവിലെ ഇവിടെ നടക്കാൻ വരുമ്പോൾ നമുക്കിവിടെ കാണാം. പുള്ളി രാവിലെ ഫ്രഷ് പൂക്കളൊക്കെ പറിച്ചു വന്ന്, ഈ പൂക്കളൊക്കെ എവിടുന്ന ചേട്ടൻ കൊണ്ടുവരുന്നത്? അവിടെ പലതരം ചെമ്പരത്തിയുണ്ട്, നമ്മുടെ ഈ മഞ്ഞപ്പൂവും, പേരുകളൊന്നും പോയില്ല എനിക്കറിയില്ല. പക്ഷെ ഞാൻ എപ്പോൾ വരുമ്പോൾ ശ്രദ്ധിക്കും, ഭയങ്കര ഭംഗി ഇവിടെ മാത്രം. ഇതാണ് നമ്മുടെ ചേട്ടൻ ഡെയിലി വന്ന് ഇവിടുന്ന് പൂക്കളൊക്കെ എടുത്ത്. ഇത് മുടക്കത്തില്ല സാറേ. എത്ര മഴയായാലും ശരി, വെയിലായാലും ശരി, കാറ്റായാലും ശരി, സാറ് പറയുമ്പോൾ നോക്കണം. ഈ പൂ വെച്ചേക്കുന്ന ഒരെണ്ണം ഇതിനകത്തൊന്നും കൊടുത്തില്ല. നാളെ ഇതേ സമയം വരെ കൂടി ഈ ചെടിയൊക്കെ നട്ടുപിടിപ്പിച്ചത് ഞാനാണ്. ഇതും 2015 വന്ന അതുപോലെ ഞാനിത് ചെയ്തു. എന്തുകൊണ്ടാണ് അബ്ദുൽ കലാം ഇത്ര ഇഷ്ടം? അബ്ദുൽ കലാം സാറിനെ 2 പ്രാവശ്യമായിട്ട് ഞാൻ ജീവനോടെ കണ്ടു. ആണ്. ഓക്കെ. അത് ഒന്ന് ആശ്രാമം മൈതാനത്ത് വെച്ച് കൊല്ലത്ത്, അതെ. രണ്ടാമത് തിരുവനന്തപുരം സ്റ്റേഡിയത്തിൽ വെച്ച് കണ്ടപ്പം സാർ ഒരു 500 രൂപ എന്റെ പോക്കറ്റ് വെച്ചാൽ വണ്ടിക്കൂലിക്ക് വെച്ച് ഒന്നും പറഞ്ഞു. അത് ശരി. ആ ഒരു ആത്മാർത്ഥത മറക്കാൻ പറ്റത്തില്ല. ആ ഒരു നന്ദി ഞാൻ കാണിക്കുന്നത്.